അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു റെസിപ്പി ഉണ്ടാക്കുന്നതാണ്. അതായത് ജീരക കോഴി ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ആണ് ഇന്ന്. അപ്പോൾ ജീരക കോഴിക്ക് തന്നെ ചീരാക്കോഴി, ജീരാക്കോഴി, ജീരക കോഴി പല പേരിലും അറിയുന്നുണ്ട്. എല്ലാം ഒന്ന് തന്നെ. അപ്പോൾ ഈ കോഴി നാടൻ കോഴിയാണ്. നാടൻ കോഴിനെ അറുത്തിട്ടാണ് നമ്മൾ ജീരക കോഴി ഉണ്ടാക്കുന്നത്. അപ്പോൾ നാടൻ കോഴിയാണ് നമ്മൾ അറക്കുന്നത്. അറുത്തു. ഇനി അതിനെ നന്നായി വൃത്തിയാക്കി കഷ്ണമാക്കി വെക്കണം. അപ്പോൾ ഏകദേശം കുറേ നന്നാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ നാടക്കോഴി എന്ന് പറയുന്നത് നമ്മൾ കാണുന്നത് പോലെയല്ല. നല്ല വീർത്തിട്ടാണെങ്കിൽ അറക്കുമ്പോൾ തന്നെ അതിൻ്റെ ചോരൊക്കെ പോയതിന് ശേഷം മെലിഞ്ഞ് ഒട്ടിയിരിക്കും. അപ്പോൾ കാമ്പ്, അതായത് അതിൻ്റെ കഷ്ണങ്ങളൊന്നും ഒരുപാടുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അതിൻ്റെ വേസ്റ്റ് ഒന്ന് കുഴിച്ചിടാം. കുഴി കുത്തിയതിന് ശേഷം കുഴിച്ചിടാം. അപ്പോൾ ഞാൻ ഒറ്റ കൈനോടാണ് കുത്തിയത്. നമുക്ക് കുഴിച്ചിടാം. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം തന്നെ ഇത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായി ആദ്യം തന്നെ 2 വെളുത്തുള്ളി, പിന്നെ കുറച്ച് ചെറുള്ളി, അതായത് ഒരു 10-12 ചെറുള്ളി. അപ്പോൾ ഇതൊക്കെ ഒന്ന് നമുക്ക് തൊലി കളഞ്ഞെടുക്കുക. അപ്പോൾ നമ്മൾ എല്ലാം തൊലി കളഞ്ഞെടുത്തു. ഇനി ഈ തൊലി കളഞ്ഞതെല്ലാം നമുക്കൊന്ന് അരച്ചെടുക്കേണ്ടതുണ്ട്. മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ കറണ്ടില്ലാത്തത് കൊണ്ടാണ് അമ്മിയിലിട്ട് കുത്തുന്നത്. അപ്പോൾ കുറച്ച് കഴിഞ്ഞതിന് ശേഷം കറണ്ട് വന്നു. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഇട്ടിട്ട് നമുക്ക് മിക്സിയിൽ തന്നെ അടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ആ ഉള്ളികളെല്ലാം അടിച്ചെടുത്തു. ഇനി ഒരു കുക്കറിലാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുക്കറിലേക്ക് നേരത്തെ നമ്മൾ എടുത്തു വെച്ച കോഴികൾ അതിലേക്ക് ഇടുക. പിന്നെ ആ വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇടുക. പിന്നെ മഞ്ഞൾപ്പൊടി കുറച്ചിടുക. പിന്നെ ലേശം നല്ല ജീരകം, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടി ഇടാറുണ്ട്. മല്ലിപ്പൊടി നല്ല ടേസ്റ്റ് ഉണ്ട്. മല്ലിപ്പൊടി ഇട്ടാൽ വേറൊരു ടേസ്റ്റ് ലഭിക്കുമായിരിക്കും. മിക്സ് ചെയ്തതിന് ശേഷം എല്ലാം പാകമാണോ ടേസ്റ്റൊക്കെ നോക്കിയതിന് ശേഷം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് ഇടുക. അപ്പോൾ ഇതിൽ കുറച്ച് കുരുമുളക് പൊടി ആവശ്യമുണ്ട്. അപ്പോൾ കുരുമുളക് പൊടി കുറച്ചും കൂടി ഇടുക. ഇത് കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണ്. അപ്പോൾ അത് കുറച്ചിടാം. എന്നിട്ട് ആവശ്യത്തിന് കുറച്ച് ഉപ്പ്, ആവശ്യത്തിന് ടേസ്റ്റ് നോക്കിയതിന് ശേഷം ലേശം ഉപ്പിടുക. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇനി അതിലേക്ക് നാടൻ കോഴി ആണെങ്കിൽ വേവാൻ കുറേ ടൈം പിടിക്കും. അതുകൊണ്ടാണ് വെള്ളം ഒഴിക്കുന്നത്. സാധാ ബ്രോയിലർ കോഴി ആണെങ്കിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. എന്നിട്ട് നമുക്ക് അടുപ്പത്തിലേക്ക് വെക്കാം, സ്റ്റവിലേക്ക് വെക്കാം. എന്നിട്ട് ആ കുക്കർ ഒന്ന് മൂടിയെടുക്കാം.
ഇനി ഒരു ഏകദേശം ഒരു 15-20 മിനിറ്റ് ആകുമ്പോഴത്തിന് അത് ആകും. അതിന് മുമ്പ് നമുക്ക് ഇതൊന്ന് വറവെടുക്കാൻ വേണ്ടി ചെറുള്ളി കുറച്ച് അരിഞ്ഞെടുക്കുക. പിന്നെ കുറച്ച് ടേസ്റ്റിനായി സവാള ഒരു ഭാഗം എടുത്തിട്ടുണ്ട്, അതൊന്ന് അരിഞ്ഞെടുക്കുക. അപ്പോൾ സവാളയും എല്ലാ ഉള്ളികളും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുക്കറിലേക്ക് ആവുന്നതിന് നമുക്ക് വറവെടുത്തെടുക്കാനുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അതിനായി ആദ്യം തന്നെ മൺചട്ടി വെക്കുക. മൺചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് ലേശം നെയ്യിടുക. വെച്ചിടുക. ഇപ്പോൾ ഇവിടെ എടുത്തത് മിൽമ നെയ്യാണ്. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച ഉള്ളികൾ അതിലേക്ക് ഇട്ട് നന്നായിട്ട് വാട്ടുക. അപ്പോൾ ഏകദേശം ഒരു ബ്രൗൺ കളറാകുമ്പോൾ ഏകദേശം ആകും. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇത് ആയിടം നോക്കുക. ഇതിപ്പോൾ നാടൻ കോഴി ആയതുകൊണ്ടാണ് ഇതിങ്ങനെ തുറന്ന് വെക്കുന്നത്. അപ്പോൾ ആയിട്ടില്ല, നല്ല കട്ടിയാണ്. അപ്പോൾ ഒന്നുകൂടി വേവിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇടുക. എന്നിട്ട് അതും കൂടി കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ വറവെടുത്തെടുക്കാനുള്ള ഒരു സിസ്റ്റം ആയിട്ടുണ്ട്. നമ്മളുടെ കുക്കറിലെത്തത് അതിലേക്ക് ഒഴിക്കുക. നന്നായിട്ട് വറ്റിച്ചെടുക്കുക. ഏകദേശം ആവാറായിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. വറവെടുത്ത നേരത്തെ ആ ഉള്ളി ഇതൊക്കെ അതിലേക്ക് പിടിച്ചോട്ടെ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഒരു 3/4% ആയിട്ടുണ്ട്. ടേസ്റ്റൊക്കെ നോക്കിയിട്ട് കുറവുള്ളത് അതിലേക്ക് ചേർത്തെടുക്കുക. എന്നിട്ട് കുറച്ച് നേരം അതൊന്ന് മൂടി വെക്കുക. നന്നായിട്ട് ആവാനാണ്. അപ്പോൾ ഒരു കുറച്ച് നേരം കഴിയുമ്പോൾ ആവി വന്നിട്ട് ആ മൂടിയൊക്കെ നീങ്ങിപ്പോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു ടൈമിൽ നമുക്ക് എടുക്കാം. അയ്യോ, അപ്പോൾ നമ്മളുടെ സാധനം സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ആയിട്ടുണ്ടെന്നൊക്കെ നോക്കാം. ഇത് നാടൻ കോഴി ആയതുകൊണ്ടാണ് ഇങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാൻ പറയുന്നത്. ഇത് നന്നായിട്ട് വേവിച്ചാലേ ആവുള്ളൂ. അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. ഇനി അത് നമുക്കൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇതിപ്പോൾ വീഡിയോക്ക് വേണ്ടി കുറച്ച് മാറ്റിയെടുക്കുന്നുള്ളൂ. ഇനിയുണ്ടതിൽ. ഫ്രണ്ട്സ്, ഈ വീഡിയോ കണ്ടവർക്ക് എല്ലാവർക്കും നന്ദി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ മറ്റുള്ളവരിലേക്ക് ഇതെല്ലാം ഷെയർ ചെയ്യുക. മറ്റുള്ളവരും ഉണ്ടാക്കട്ടെ. അപ്പോൾ ഇത് വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് പിന്നെ കാണാം. അപ്പോൾ ഗുഡ് ബൈ.